ഫ്രണ്ട്സ്, അനുനിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം അല്ലേ. ഇന്നൊരു വെറൈറ്റി ഫുഡാണ് കേട്ടോ എനിക്ക് കഴിക്കാൻ തോന്നുന്നത്. പല പല ദിവസങ്ങളും പല മോഹങ്ങളാണ് കേട്ടോ. ഇന്ന് എന്തായാലും ഞാൻ അട ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ അമ്മ പ്ലാവിൻ്റെ ഇല എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുമ്പിളൊക്കെ കുത്തി നല്ല സെറ്റപ്പാക്കി അത് കഴിക്കാൻ പറയുമ്പോൾ തന്നെ അതിന് വായിൽ വെള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് ഒന്ന് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇന്നിതാ അടയാണെങ്കിൽ നാളെ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്താ ഒരു ദിവസം കൂടുന്നതിനനുസരിച്ച് പല ഫുഡുകളാട്ടോ കഴിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗർഭിണി ആയതുകൊണ്ട് അപ്പോൾ അതാ ഇലയൊക്കെ അമ്മ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴുകി നന്നാക്കി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് വന്നതാണ് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കട്ടെ. എന്തേ അപ്പോൾ പ്ലാവിൻ്റെ ഇല ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ വെള്ളം വന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ അതാ പൈപ്പും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി വെള്ളമൊക്കെ വന്നിട്ട്. അപ്പോൾ എന്തായാലും റമ്മിലൊക്കെ വെള്ളം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല വേനലായി, നല്ല ചൂടല്ല. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കിണറിലായാലും പൈപ്പിലായാലും ഒക്കെ വെള്ളം കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് പിടിച്ച് വെക്കുന്നുണ്ട്. ഞാനിതാ ഇല ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇലയൊക്കെ വൃത്തിയായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഞാൻ കുമ്പിൾ കുത്തട്ടെ കേട്ടോ. രണ്ട് മൂന്ന് കൂമ്പിളൊക്കെ കുത്തി ഞാൻ തീ കത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതാ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഗോതമ്പ് പൊടി എടുത്തത്. ആ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുക്കാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് ഞാനിത് എന്തായാലും ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇതാ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാകത്തിന് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, കൂടുതലാവരുത് എന്തായാലും. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. എന്തായാലും ഞാനതൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ. മാവെല്ലാം കൂടി ഞാൻ നന്നാക്കി കുഴച്ച് എടുത്ത് റോളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് ഞാനിനി മാറ്റി വെക്കാൻ പോവാണ്. ഇനി ബാക്കിയുള്ള കുമ്പിൾ കുത്താൻ പോവാണ് കേട്ടോ ഞാൻ. നേരത്തെ കണ്ട ആ ഇലകളെല്ലാം ഇതാ ഗ്ലാസ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതേ കണ്ടില്ലേ, ഈ ഇഡ്ഡലിച്ചെമ്പിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമുണ്ട്. ആ പാത്രം ഞാൻ അമ്മയ്ക്ക് കഴുകാൻ കൊടുത്ത് ഞാൻ എന്തായാലും ഇഡ്ഡലിച്ചെമ്പ് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പാത്രമൊക്കെ കഴുകി വന്ന് ഇതാ തേങ്ങ പൊളിച്ച് തരികയാണ് കേട്ടോ. തീയെല്ലാം നല്ല കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് മൂന്നൂസ് വന്നത് കേട്ടോ. അപ്പോൾ ആൾക്കൊരു മടി തോന്നിയപ്പോൾ ആൾ അവിടെ നിന്ന് എണീച്ച് പോയിട്ടോ. അപ്പോൾ അതാ അമ്മ തേങ്ങ ഒക്കെ പൊളിച്ച് പൊട്ടിച്ചെരിയാണ് കേട്ടോ തേങ്ങ. ഇനി അമ്മയ്ക്ക് ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ, തേങ്ങ ചിരവണം. കൊണ്ടയച്ചാ ലേശം കുടിച്ചോ.
അതാ തേങ്ങയൊക്കെ ചിരവി തന്ന് ഇനി അതിലേക്ക് ഇതാ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഏലക്കായും കൂടി ഉണ്ടെങ്കിൽ അടാറിന് ടേസ്റ്റ് ആവും കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതെന്തായാലും തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ആ കുമ്പിളിൽ മാവ് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ സെറ്റ് ചെയ്ത് ഓരോന്ന് കുറച്ചിച്ച് ഇങ്ങനെ ഇതാ കണ്ടില്ലേ, ആ ഇലയിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ. എന്നതിന് ശേഷം ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അടപ്പായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മാവ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാനത് സെറ്റ് ചെയ്ത് മാറ്റി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേവിച്ചിട്ടില്ല കേട്ടോ, ഇനി വേവിച്ചെടുക്കണം. അമ്മയും കൂടി എനിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ അടയൊക്കെ ഫില്ല് ചെയ്ത് ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. നേരത്തെ വെച്ച ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണം, ഈ ഹോൾസ് ഉള്ള പാത്രം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഓരോന്നായിട്ട് ഇതാ നമ്മുടെ അട ഇവിടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ അട ദാ ഇവിടെ നല്ല വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അച്ചപ്പാണി മാറ്റി വന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ, എനിക്കൊന്ന് ഈ പാത്രത്തിലേക്ക് വെച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. നല്ല ചൂടുള്ള സാധനമാണ് കേട്ടോ. അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വൈകുന്നേര കടി ഇന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.